നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് നമ്മുടെ ഉണ്ണിക്കണ്ണന് നമ്മുടെ ജാസ്മോളോടൊരു സോഫ്റ്റ് കോർണറുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ജാസ്മിൻ്റെ ബാപ്പ വിളിച്ച് സീക്രട്ട് ഏജൻറ്റ് അടുത്ത് പറഞ്ഞപ്പോൾ സീക്രട്ട് എണ്ണം വന്ന് ഇവിടെ എല്ലാം പറഞ്ഞ് സെറ്റാക്കി. എന്നിട്ട് പുറത്ത് കിടന്ന കഥ അഫ്സലിൻ്റെ അടക്കം മൊത്തം വന്ന് ജാസ്മോ എടുത്ത് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പല സമയത്തും സീക്രട്ട് എണ്ണൻ ബൂസ്റ്റ് ചെയ്യാൻ കിട്ടുന്ന സമയത്ത് ജാസ്മോളെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ തന്നെ ലാലേട്ടൻ ഒരു ടാസ്ക് കൊടുത്ത സമയത്ത് ഏറ്റവും ഹാർഡായിട്ട് ഇവിടെ പ്രയത്നിച്ച് നിൽക്കുന്ന ആരാണെന്ന് ചോദിച്ച സമയത്ത് നമ്മുടെ ചീക്കരട്ടാണ് എണീറ്റ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് ജാസ്മിൻ്റെ പേരാണ്. അങ്ങനെ ചീക്കരട്ടണ്ണന് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. പക്ഷേ ഈ സോഫ്റ്റ് കോർണറൊന്നും നമ്മുടെ ജാസ്മോക്ക് തിരിച്ചില്ല ഗൈസ്. എന്താണ് ജാസ്മോളെ നമ്മുടെ ചീക്കരട്ടണ്ണനെ മനസ്സിലാക്കാത്തത്? ഒന്നുമില്ല, നിങ്ങളുടെയൊക്കെ ഉണ്ണിക്കണ്ണനല്ലയോ. കാര്യം ഇന്ന് നോമിനേഷനിൽ വന്നപ്പം അവൾ ആദ്യം പറഞ്ഞ പേര് സായിയുടെ പേരാണ്. ഒരു പരിഗണനയും നമ്മുടെ ചീക്കരട്ടണ്ണന് ജാസ്മോൾ കൊടുക്കുന്നില്ല. അവൾ പോലും അറിയാതെ അവളെ ഇങ്ങനെ കൈവെള്ളയിൽ ഇങ്ങനെ കൊണ്ടു നടക്കുവാണ് നമ്മുടെ അണ്ണൻ. അവളെ സേവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ബാപ്പായ്ക്ക് കൊടുത്ത വാക്ക്, എൻ കട്ടള എൻ ശാസനം, എൻ ഉയിർ ജാസ്മിന്, എൻ കപ്പ് ജാസ്മിന് എന്നും പറഞ്ഞ് അവിടെ സത്യം ചെയ്തിട്ട് ചീക്കരട്ടണ്ണൻ അകത്തോട്ട് കയറി വന്നതാണ്. പക്ഷെ ജാസ്മിൻ ഇതൊന്നും അറിയുന്നില്ല. പക്ഷേ പുറത്തിറങ്ങിയിട്ട് ഈ കഥകളൊക്കെ അറിയും. മിക്കവാറും ചീക്കരട്ടണ്ണൻ്റെ കാലേ പിടിച്ച് ജാസ്മിൻ മാപ്പ് മാപ്പ് തരൂ അണ്ണാ, മാപ്പ് തരൂ എന്നും പറഞ്ഞ് ചോദിക്കുന്നൊരു സീൻ മിക്കവാറും കാണും. എന്തായാലും സത്യങ്ങൾ ഒരു ദിവസം നമ്മളെ ജാസ്മോള് തിരിച്ചറിഞ്ഞിട്ട് സീക്രട്ടണ്ണൻ്റെ മുന്നിൽ മുട്ടുകുത്തി കരയുന്ന നമുക്ക് കാത്തിരിക്കാം ഗൈസ്. മോളിറങ്ങി വരും ബ്ലോക്ക് ഡാഡി കഥകളെല്ലാം പറയും. അവിടെ കണ്ണീന്ന് കണ്ണീര് വരും അന്നേരം. ആ ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഗൈസ്. അപ്പോൾ ശരിയെങ്കിൽ ബൈ.